പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മോട് കൂടെ. 2023 ക്രിസ്തുമസിനുള്ള വലിയൊരുക്കം, പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും ഒക്കെ ഒരുക്കം നമ്മളതിൻ്റെ 2ാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുന്നു. ദൈവം നമ്മോട് കൂടെ. ലോകം കേട്ട ഏറ്റവും വലിയ സത്യം, ലോകം കേൾക്കേണ്ട ഏറ്റവും വലിയ സദ്വാർത്ത, ദൈവം നമ്മുടെ കൂടെ. നമ്മൾ ഈ 2ാം ദിവസം പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈശോയെ കൂടുതൽ അറിയാൻ, ഈശോയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ സത്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മളൊന്ന് പരിശ്രമിക്കുകയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. വചനം മാംസമായപ്പോൾ അത് ഹൃദയത്തിൽ സ്വീകരിച്ചവൾ നമുക്ക് വേണ്ടിയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് നമുക്ക് അഭ്യർത്ഥിക്കാം. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വായിക്കാൻ തന്നിരിക്കുന്ന വചനഭാവമൊക്കെ നിങ്ങൾ വായിക്കണം, ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് വായിക്കാനുണ്ടായിരുന്നത്. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ, വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പ്രത്യേകം വായിക്കണം. ലൂക്കാ സുവിശേഷം 1-2 അധ്യായങ്ങളും മത്തായി സുവിശേഷം 1-2 അധ്യായങ്ങൾ ഈശോയുടെ ചെറുപ്പകാലത്തെക്കുറിച്ച്, ജനനത്തെക്കുറിച്ചൊക്കെ പറയുന്ന എപ്പിസോഡുകളാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ക്രിസ്തുമസിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കറിയാം, ക്രിസ്മസിനെ കുറിച്ച് നമ്മുടെ ഇതുവരെ നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും നമുക്ക് ഓർമ്മയുണ്ട്. ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ പടക്കം പൊട്ടിക്കുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, നമ്മൾ ബന്ധുക്കളെയും കൂട്ടുകാരെയൊക്കെ കാണുന്നു, നമ്മുടെ പള്ളികളിൽ വലിയ ആഘോഷം, വീടുകളിൽ ആഘോഷം. നമ്മളിന്ന് ശ്രദ്ധിക്കുന്നത്, അച്ഛന് നമ്മളൊന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നതും ഈ ശബ്ദത്തെക്കുറിച്ചും ഈ ആഘോഷങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെയാണ്. നല്ല രീതിയിൽ നമ്മൾ ഈ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം കേൾക്കുക നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഈശോയെക്കുറിച്ച് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുക സന്തോഷമുള്ള കാര്യമാണ്. ഇനി വലിയ വലിയ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് പൊട്ടിച്ചിരിക്കുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നു. ശബ്ദങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം. എന്തിനാണ് ഇപ്പോൾ ഈ ശബ്ദത്തെക്കുറിച്ച് പറയുക? സൈലൻ്റ് ആയിരിക്കുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട നമ്മുടെ യോസേപ്പ് പിതാവിനെ കുറിച്ചാണ്. ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, ഈശോയെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ, ഈ ഈശോയുടെ ജീവിതമായിട്ട് ചേർന്നൊരു, പ്രത്യേകിച്ച് ഈശോയുടെ ഈ ആരംഭഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒത്തിരി വ്യക്തികളുണ്ട്. പരിശുദ്ധ അമ്മ, വിശുദ്ധ യോസേപ്പ് പിതാവ്, ഗബ്രിയേൽ മാലാഖ, ആട്ടിടയന്മാർ, അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെയധികം ഫോക്കസ് കൊടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്, ദ സൈലന്റ് മാൻ. നിശബ്ദനായിരുന്ന് വലിയൊരു സുവിശേഷം പ്രഘോഷിച്ച യോസേപ്പ് പിതാവ്, ഈശോയുടെ വളർത്തുപിതാവ്, ഈശോ ഒത്തിരിയധികം സ്നേഹിച്ച, പരിശുദ്ധ അമ്മ ഒത്തിരിയധികം ബഹുമാനിച്ച, തിരുസഭ ഏറെ ആദരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യോസേപ്പ് പിതാവിനെ കുറിച്ച് ഈ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ 2ാം ദിവസം നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രത്യേകമായിട്ട് യോസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ കുടുംബങ്ങളെല്ലാം യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥം സമർപ്പിക്കും. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ ടാസ്ക് അതാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ, വചന ശുശ്രൂഷയും ആരാധനയ്ക്കൊക്കെ ശേഷം നമുക്ക് യോസേപ്പ് പിതാവിനോട് പ്രത്യേക ഒരു മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശുശ്രൂഷ പങ്കെടുക്കുക, നിങ്ങളൊരു ഭവനത്തിലിരുന്നായിരിക്കാം, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാഗമാണല്ലോ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം യോസേപ്പ് പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥവും സഹായം നമ്മൾ തേടണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് സൈലൻസ്, നിശബ്ദത. ഒരു കുഞ്ഞു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, സുവിശേഷങ്ങളിലൊന്നും യോസേപ്പ് പിതാവ് ഒന്നും സംസാരിച്ചതായിട്ട് നമുക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധ അമ്മ സംസാരിക്കുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, പക്ഷേ യോസേപ്പ് പിതാവ് ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഒരു വലിയ സൂചന കിടപ്പുണ്ട്. ഇൻ കേസ്
യൗസേപ്പ് പിതാവ് എന്തേലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ യൗസേപ്പ് പിതാവ് സംസാരിച്ചത് ലോകം കേൾക്കേണ്ട ഒരു സുവിശേഷമാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നല്ല ശ്രദ്ധയോടുകൂടി ഈ ഒരു ദിവസം ഈ ഒരു ശുശ്രൂഷ നിങ്ങൾ കേട്ടിരിക്കണം. യൗസേപ്പ് പിതാവ് ഒന്നും സംസാരിച്ചതായിട്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇൻ കേസ് യൗസേപ്പ് പിതാവ് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരിച്ചത് ആ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷമാണ്. അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന പരിശുദ്ധാത്മാവ് ഒളിഞ്ഞിരിക്കുന്ന അഭിഷേകം നിറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 25. മത്തായി സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യം നമുക്ക് വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കാം. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല, അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മളതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ് കാണുന്നത്. നമ്മുടെ യോസേപ്പ് പിതാവ് ഒരു സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ മാലാഖ ദൈവദൂതൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം അയാൾ സ്വപ്നത്തിലൂടെ അറിയാൻ പരിശ്രമിക്കുന്നു. എഴുന്നേറ്റ് കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യോസേപ്പ് പിതാവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഈ 1-ാമത്തെ അധ്യായം 25-ാം വാക്യത്തിൽ വായിക്കുക. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ മറിയത്തെ യോസേപ്പ് അറിഞ്ഞില്ല. ചെയ്തൊരു കാര്യം, അവൻ യോസേപ്പ് ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മൾ വചനവ്യാഖ്യാനങ്ങളൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു സ്ഥിതിക്ക് യഹൂദരുടെ ഒരു ജീവിത രീതി, അവരുടെ ഒരു റിലീജിയസ് ലൈഫൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുഞ്ഞിന് പേരിടുന്നത് അപ്പൻ്റെ ഡ്യൂട്ടിയാണ്. കുഞ്ഞിന് പേരിടുന്നത് പിതാവിൻ്റെ ഡ്യൂട്ടിയാണ്. ഈ സ്വപ്നത്തിൽ പേര് ലഭിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ ദൈവദൂതൻ ഈ ഒരു പേര് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. രക്ഷകനായ ഈശോയെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ യോസേപ്പ് പിതാവിനും ഈ പേര് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് സ്വപ്നത്തിൽ. ഈ പേര് പറയേണ്ടത് ആരാണ്? പിതാവാണ്. സുവിശേഷങ്ങളിൽ എവിടെയും യോസേപ്പ് പിതാവ് സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈശോയ്ക്ക് പേരിടുന്ന ആ ഒരു ദിവസം അതൊരു വലിയ റിലീജിയസ് സെറിമണി ആണ് എന്ന് നമുക്കറിയാം. അതൊരു വലിയ ആചാരമാണ് യഹൂദരുടെ ഇടയിൽ കുഞ്ഞിന് പേരിടുക എന്നുള്ളത്. അത് അപ്പൻ്റെ ഡ്യൂട്ടിയാണ്, പിതാവിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ പേര് പറയേണ്ടത് തീർച്ചയായിട്ടും ആരാണ്? അപ്പനാണ്, പിതാവാണ്. യോസേപ്പ് പിതാവ് തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ടാകും ഒരു വാക്ക്. ഒത്തിരി അധികം സംസാരിച്ചിട്ടില്ലായിരിക്കും, സുവിശേഷങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ യോസേപ്പ് പിതാവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞൊരു സംസാരം, പുറത്തേക്ക് വന്ന വാക്ക് ലോകത്തെ മുഴുവൻ രക്ഷയിലേക്ക് നയിക്കുന്ന ഏകരക്ഷകനെ കുറിച്ചാണ് ഈശോ. യേശു എന്ന പേര്. പുരോഹിതൻ ചോദിച്ചു കാണും എന്ത് പേരിടണമെന്ന്. അപ്പനാണ് പറയേണ്ടത്. പിതാവ് പറഞ്ഞു, യോസേപ്പ് പിതാവ് പറഞ്ഞു യേശു, ഈശോ, ജീസസ്, രക്ഷകൻ. ഈ ലോകം കേട്ട ഏറ്റവും വലിയ സുവിശേഷം, ലോകം കേൾക്കേണ്ട ഏറ്റവും വലിയ സുവിശേഷം രക്ഷകൻ, ഈശോ. അങ്ങനെ ഒരു വാക്ക്, അങ്ങനെ ഒരു പേര് യോസേപ്പ് പിതാവിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് നമ്മൾ യോസേപ്പ് പിതാവിനെ ആദരിക്കണം, യോസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥന തേടണം, യോസേപ്പ് പിതാവിനെ കുറിച്ചും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം പരിശുദ്ധ അമ്മ ബഹുമാനിച്ച, ഈശോ ഏറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത യോസേപ്പ് പിതാവിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ഈ ക്രിസ്തുമസ് കാലത്ത് അറിഞ്ഞിരിക്കണം. ദൈവം നമ്മോട് കൂടെ എന്ന ബോധ്യം നമ്മളിലേക്ക് ആ രക്ഷകനെ കുറിച്ച് ഒരു പേരായിട്ട് ലോകത്തോട് പറഞ്ഞു കൊടുത്ത യോസേപ്പ് പിതാവിനെ കുറിച്ച് പരിശുദ്ധ അമ്മ ഈ യോസേപ്പ് പിതാവിനെ ഒത്തിരിയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് സൂചന കിട്ടുന്ന വചനഭാഗങ്ങളുണ്ടെന്ന്. ലൂക്കാസ് സുവിശേഷം 2-ാമത്തെ അധ്യായം എടുക്കാമോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യം. ലൂക്ക 2:48. അവിടെ നമ്മളിങ്ങനെ വായിക്കും, ഈശോയെ 12-ാം വയസ്സിൽ കണ്ടുകിട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. 2:48. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ. എന്ന് വെച്ചാൽ തിരുസഭയിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു കമ്പാരിസൺ നല്ലതല്ല, എന്നാലും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രാധാന്യം പലപ്പോഴും തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം പരിശുദ്ധ അമ്മ ചെയ്ത രക്ഷാകര പ്രവൃത്തി, ആ രക്ഷാകര പ്രവൃത്തിയിൽ അമ്മയുടെ ഭാഗഭാഗിത്വം വളരെ അധികം വലുതാണ്. അത്രയും വലിയ ശുശ്രൂഷ ചെയ്ത മറ്റൊരാളില്ല തിരുസഭയുടെ ഈ വിശുദ്ധ പാരമ്പര്യങ്ങളിൽ. പരിശുദ്ധ അമ്മയ്ക്ക് അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും യോസേപ്പ് പിതാവിന് കൊടുക്കേണ്ട പ്രാധാന്യം കുറഞ്ഞു പോകരുത്. കാരണം നമ്മളേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മ യോസേപ്പ് പിതാവിന് പ്രാധാന്യം കൊടുക്കുകയാണ്. ഞാനും നിന്റെ പിതാവും എന്നല്ല പറഞ്ഞത്, നിന്റെ പിതാവും ഞാനും. ഫസ്റ്റ് പ്ലേസ് ഈ പിതാവിന് കൊടുത്തു, യോസേപ്പ് പിതാവിന് കൊടുത്തു. പരിശുദ്ധ അമ്മ ഏറെ ആദരിച്ചു, ബഹുമാനിച്ചു. ഒപ്പം തന്നെ ഈ ചുറ്റുമുള്ള ആൾക്കാർ, ആ നാട്ടിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ യോസേപ്പ് പിതാവിനെ ഭയങ്കര പ്രാധാന്യത്തോടെ ബഹുമാനത്തോടു കൂടിയൊക്കെ കാണുന്നില്ലെങ്കിൽ ആളിച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് സൂചന തരുന്ന ഒരു വചനഭാഗമാണ് ലൂക്കാസ് സുവിശേഷത്തിൽ തന്നെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. നമ്മളവിടെ ഇങ്ങനെ വായിക്കും, എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും, ഈശോയെ പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അത്ഭുതപ്പെട്ടിട്ട് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്നവർ ചോദിച്ചു. സോ ഹി വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. യോസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ്. ഈ ജനത്തിൻ്റെ മുമ്പിൽ, ജീവിച്ചിരുന്ന നാട്ടിൽ
വളരെ പ്രാധാന്യം അർഹിച്ച ഒരാളാണ്. ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഈശോ, ഈ കുഞ്ഞുണ്ണി ഈശോ ചെറുപ്പം മുതലേ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീടൊക്കെ ഈ ജപമാലയിലെ സന്തോഷത്തിൻ്റെ 5-ാം രഹസ്യത്തിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ്, അതായത് ലൂക്കാസ് സുവിശേഷത്തിലെ ഈ 2-ാമത്തെ അധ്യായത്തിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യനെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട്, യൗസേപ്പ് പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും വിധേയപ്പെട്ട് ഈ കുഞ്ഞുണ്ണി ഈശോ വളർന്നു വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യൗസേപ്പ് പിതാവിന് വളരെയധികം പ്രാധാന്യം ഈശോയും വളർന്നു വലുതായപ്പോൾ കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു സൂചന കാണുക മർക്കോസ്ലിഹായുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലാണ്. 3-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം ഈശോ തൻ്റെ അമ്മയും സഹോദരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ക്രിസ്തുമസ് കാലത്ത് നമ്മൾ എന്തിനാണ് ഈ സുവിശേഷത്തിൽ ഈ ഭാഗം ശ്രദ്ധിക്കുന്നതെന്നറിയോ? ഈശോ പ്രാധാന്യം കൊടുത്ത കുറേ കാര്യങ്ങൾ, കുറേ വ്യക്തികൾ, കുറേ സത്യങ്ങൾ, അതിന് നമ്മളും വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. കാരണം ഈ ക്രിസ്തുമസ് സംഭവിച്ചതിൻ്റെ പേരിൽ യൗസേപ്പ് പിതാവിൻ്റെ വലിയ റോളുണ്ട്, പരിശുദ്ധ അമ്മയുടെ വളരെ വിലമതിക്കാനാവാത്ത വലിയൊരു റോളുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചും കൂടെ അറിയുമ്പോൾ ഈശോയിലേക്ക് നമ്മൾ അടുക്കും. പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ ഈശോയിലേക്ക് അടുക്കുന്നത് പോലെ തന്നെ യൗസേപ്പ് പിതാവിലൂടെയും നമുക്ക് ഈശോയിലേക്ക് വളരെയധികമായിട്ട് സുവിശേഷത്തിൻ്റെ ചില കാതലായ ചില കാര്യങ്ങളിലേക്ക് അടുക്കാൻ വേണ്ടി പറ്റും. മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ടതുണ്ട്. ദൈവഹിതം പ്രവർത്തിക്കുന്ന, സുവിശേഷം അനുസരിക്കുന്ന എല്ലാവരും അവരാരാണ്? ഈശോയുടെ സഹോദരങ്ങളാണ്, ഈശോയുടെ സഹോദരിമാരും സഹോദരന്മാരുമാണ്, ഈശോയുടെ അമ്മയാണ്. പക്ഷെ അവിടെ എവിടെയും അപ്പനെ കുറിച്ച് പറയുന്നില്ല. കാരണം ആ അപ്പൻ്റെ റോള് വേറെ ആർക്കും ഈശോ കൊടുത്തിട്ടില്ല. പിതാവായ ദൈവത്തിന് തീർച്ചയായിട്ടും ആ റോളുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ മറ്റാർക്കും ആ സ്പേസിനെ റീപ്ലേസ് ചെയ്യാൻ ഈശോ അനുവദിച്ചില്ല. നിങ്ങൾ സുവിശേഷം ജീവിക്കുക, നിങ്ങൾ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുക, നിങ്ങളെൻ്റെ സഹോദരനാവും സഹോദരിയാവും അമ്മ വരെയാകും. പക്ഷെ അപ്പൻ്റെ സ്ഥാനം, ആ വലിയ റോള് ഈശോ യൗസേപ്പ് പിതാവിനല്ലാതെ മറ്റാർക്കും കൊടുത്തില്ല. അത്രയധികം പ്രാധാന്യം ഈശോ യൗസേപ്പ് പിതാവിന് കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ യൗസേപ്പ് പിതാവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കറിയാം, നമ്മുടെ ഒരു വായനയിൽ നമുക്ക് മനസ്സിലായ ഒരു 3 യൗസേപ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന് പഴയ നിയമത്തിലെ ജോസഫ്, യാക്കോബിൻ്റെ പ്രിയപ്പെട്ട മകനായ ജോസഫ്. പിന്നെ പുതിയ നിയമത്തിൽ നമ്മൾ ഈശോയുടെ വളർത്തുപിതാവായ യൗസേപ്പ് പിതാവിനെ കുറിച്ച് കാണുന്നുണ്ട്. മറ്റൊരു യൗസേപ്പിനെ കുറിച്ചും കൂടെ, ജോസഫിനെ കുറിച്ചും കൂടെ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ അവസാനത്തോട് അടുക്കുമ്പോൾ കാണുന്നുണ്ട് അരിമത്യാക്കാരനായ ജോസഫ്, ഈശോയുടെ മൃതദേഹം ഏറ്റുവാങ്ങിയ ജോസഫ്. ഇവരെ 3 പേരെയും കുറിച്ച് പെട്ടെന്നൊന്ന് അറിയേണ്ടതുണ്ട്. അത് ക്രിസ്മസ് കാലത്ത് നമ്മൾ കുറച്ച് അറിവ്, ഈശോയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ, ഈശോ എന്ന ഏക സത്യ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ ഈശോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊരു ചെറിയ നോളജ് ഉള്ളത് നല്ലതാണ്. പഴയ നിയമത്തിലെ ജോസഫും നമ്മുടെ യൗസേപ്പ് പിതാവും തമ്മിൽ ചില കമ്പാരിസൺസ് പെട്ടെന്നൊന്ന് അറിഞ്ഞിരിക്കും. ഒരു ബിബ്ലിക്കൽ നോളജായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ വായിച്ചിട്ടുണ്ടാകും, എന്നാലും ഒന്ന് പെട്ടെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതാണ്. ഒന്ന്, 2 പേരുടെയും പേര് പറയാണ്ട് തന്നെ അറിയാലോ. പഴയ നിയമത്തിലെ ജോസഫ്, പുതിയ നിയമത്തിലെ നമ്മുടെ യൗസേപ്പ് പിതാവ്, 2 പേരുടെയും പേര് ജോസഫ് എന്നാണ്. ഇവരെ ബന്ധിപ്പിക്കുന്ന, ഇവരെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, 2 പേരുടെയും ഡാഡിയുടെ പേര്, പപ്പയുടെ പേര് യാക്കോബ് എന്നാണ്. പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ മകനാണ് ജോസഫ്, നമുക്കറിയാം. നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്, മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 16-ാം വാക്യം, വംശാവലിയിൽ കാണുന്നുണ്ട് യാക്കോബിൻ്റെ മകനാണ് ആര്? ജോസഫ്. 2 പേരുടെയും പിതാവിൻ്റെ പേര് ജേക്കബ്, യാക്കോബ് എന്നായിരുന്നു. മറ്റൊരു കാര്യം, ഇവരെ 2 പേരെയും ഒരേ ലൈനിൽ നിർത്തുന്ന, 2 പേരെയും ഒരുമിച്ച് ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം, 2 പേരും ഈ സ്വപ്നം കണ്ട് നടക്കുന്നവരാണ്. 2 പേരോടും ദൈവഹിതം, ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തിയത് സ്വപ്നങ്ങളിലാണ്. ജോസഫിൻ്റെ ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുക? പിതാവും മാതാവും സഹോദരങ്ങളും എല്ലാവരും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കും, താണുവണങ്ങും എന്നുള്ള ആ വലിയ ഭാവി ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് സ്വപ്നത്തിലൂടെയാണ്. ഇതേപോലെ തന്നെ ഈശോ എന്ന രക്ഷകന് ജനനമുണ്ടാകും. ആ രക്ഷകന് ഈശോ എന്ന പേരാണ് നിർദ്ദേശിക്കേണ്ടത്. ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ദ റിയൽ കിങ്, അധികാരി, അപ്പനും അമ്മയും മാത്രമല്ല, ലോകം മുഴുവൻ കുമ്പിടുന്ന ആ ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള ജനനം, ആ ജനനത്തെക്കുറിച്ച് യൗസേപ്പ് പിതാവിനും ദർശനം കിട്ടുന്നത് സ്വപ്നങ്ങളിലാണ്. ദൈവസ്വരം 2 പേരും സ്വപ്നങ്ങളിൽ ദർശിക്കും. ഇനി 3-ാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, എനിക്കറിയാം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽക്കാർ, ദൈവജനം, പ്രത്യേകിച്ച് നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ, ജോസഫിൻ്റെ കുടുംബം കഷ്ടപ്പാടിലായപ്പോൾ അവരുടെ ഈജിപ്തിലേക്ക് എത്തിച്ചിട്ടാണ്, ഈജിപ്തിൽ വെച്ചാണ് അവരുടെ ജീവൻ രക്ഷ പ്രാപിക്കുക. അവർക്ക് ഭക്ഷണം ഇല്ലാതിരുന്ന കാലം, പട്ടിണിയുടെ വറുതിയുടെ ഒരു കാലം. ജോസഫ് ഇപ്പുറത്ത് അവിടെ രാജ്യത്തിൻ്റെ അധികാരിയായിട്ട്, 2ാം ഭരണാധികാരിയായിട്ട് നിൽക്കുകയാണ്. ജോസഫിൻ്റെ കുടുംബം ഇപ്പം കഷ്ടപ്പാടിലാണ്. അവർ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ്, ഈജിപ്തിൽ വെച്ചാണ് അവരെ രക്ഷപ്പെടുത്തുക. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് എന്താ? ഈ ഹെറോദേസ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ ഈശോയെ ജോസഫ്, അതായത് ജോസഫിൻ്റെ കുടുംബത്തെ ജോസഫ് ഈജിപ്തിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ വായിക്കുന്നില്ലേ?
ഇവർ തമ്മിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു താരതമ്യമാണ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഈ യോസഫും പുതിയ നിയമത്തിലെ യോസഫും തങ്ങളുടെ കുടുംബത്തെ ഈജിപ്തിലേക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം യോസേഫ് പിതാവിനെ കുറിച്ച് നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അവൻ നീതിമാനായിരുന്നു. അവൻ നീതിമാനാകിയാൽ തൻ്റെ ഭാര്യ ഉപേക്ഷിച്ചില്ല എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ വിശുദ്ധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് ജോസഫിൻ്റെ, പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ലൈഫും കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ കാണുന്നില്ലേ, ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൽ പൊത്തിഫറിൻ്റെ ഭാര്യ ഇങ്ങനെ പ്രലോഭനവുമായിട്ട് വന്ന സമയത്ത് അയാളെ പാപം ചെയ്യാൻ തയ്യാറാവുന്നില്ല. നീതിമാനാണ്, ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നു, തൻ്റെ ശരീരത്തോട് വിശ്വസ്തത കാണിക്കുന്നു, തൻ്റെ യജമാനനോട് വിശ്വസ്തത കാണിക്കുന്നു. നീതിമാനും വിശുദ്ധനുമായ ജോസഫ്. അപ്പം ഇങ്ങനെ രണ്ടുപേരും വിശുദ്ധിയിലും നീതിയിലും ജീവിച്ചവരാണ്. ഈ പഴയ നിയമത്തിലെ ജോസഫ്, പുതിയ നിയമത്തിലെ നമ്മുടെ യോസേഫ് പിതാവ്, ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഇതിവിടെ കൊണ്ട് തീരേണ്ടതല്ല. നമുക്കറിയേണ്ട മറ്റൊരു കാര്യമാണ് ഈ അരിമത്യക്കാരൻ ജോസഫ്. തീർച്ചയായിട്ടും പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് നമ്മൾ താരതമ്യം ചെയ്ത ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുതിയ നിയമത്തിലെ ഈ മറ്റൊരു ജോസഫ്, അരിമത്യക്കാരൻ ജോസഫിനെ കുറിച്ച് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. നമ്മുടെ യോസേഫ് പിതാവുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളിത് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ സുവിശേഷങ്ങൾ ആഴത്തിൽ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മ ബോധ്യം തരുന്ന കുഞ്ഞു കാര്യങ്ങളാണ്. ഒന്ന്, രണ്ടുപേരെക്കുറിച്ചും, യോസേഫ് പിതാവിനെക്കുറിച്ചും അരിമത്യക്കാരൻ ജോസഫിനെ കുറിച്ചും പറയുന്ന ഒരു കാര്യം. നമ്മുടെ യോസേഫ് പിതാവിനെ കുറിച്ച് പറയുന്ന കാര്യം നമ്മൾ കണ്ടു, അദ്ദേഹം നീതിമാനായിരുന്നു. ഇനി നിങ്ങൾ ലൂക്കാസ് സുവിശേഷം 23 അധ്യായം എടുക്കുക, അതിൻ്റെ 50-51 വാക്യങ്ങൾ. ലൂക്കാസ് സുവിശേഷം 23 അധ്യായം 50-51 വാക്യങ്ങൾ. അരിമത്യക്കാരൻ ജോസഫിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കും. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്യായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചന സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. നോക്കിയേ, നമ്മുടെ യോസേഫ് പിതാവിനെ കുറിച്ച് പറയുന്ന അതേ കാര്യം ഈ അരിമത്യക്കാരൻ ജോസഫിനെ കുറിച്ച് പറയണേ. രണ്ടുപേരും നീതിമാന്മാരായിരുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യോസേഫ് പിതാവിനെ നമ്മൾ കാണുക ഈശോയുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിലാണ്. ഈശോയുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ. പിന്നീട് സുവിശേഷം വായിക്കാൻ നമുക്ക് പിടികിട്ടും യോസേഫ് പിതാവ് ആ സീനിൽ നിന്ന് മുഴുവനായിട്ട് അങ്ങ് മാറി നിൽക്കുകയാണ്. പരസ്യജീവിത കാലത്ത് ഈ യോസേഫ് പിതാവിനെ എവിടെയും നമ്മൾ കാണുന്നില്ല. ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ മുമ്പേ ചിന്തിച്ച പോലെ ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന്. പക്ഷെ ഒരു സീനിലും യോസേഫ് പിതാവിനെ കാണുന്നില്ല, മാറി നിൽക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ യോസേഫ് പിതാവിനെ നമ്മൾ കാണുന്നു. ഈ അരിമത്യക്കാരൻ ജോസഫിനെ മുമ്പ് എവിടെയും നമ്മൾ കാണില്ല. ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഈ ജോസഫിനെ നമ്മൾ കാണുകയാണ്. അപ്പം രണ്ട് ജോസഫുമാർക്കിടയിലാണ് ഈശോയുടെ ഈ ജീവിതം നമ്മൾ കാണുക. ഈ 33 വർഷത്തെ രക്ഷകന്റെ ജീവിതം നമ്മൾ കാണുക. തുടക്കത്തിലൊരു ജോസഫ്, അവസാനവും ഒരു ജോസഫ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുഞ്ഞുണ്ണി ഈശോയെ, അതായത് 2 വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന് ഹെറോദേസ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ചു, ഈ യോസേഫ് പിതാവ് മറിയത്തെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോവാണ്. എന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ഈശോയുടെ ശരീരത്തിന് ഒരു കേടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വലിയൊരു പ്രവൃത്തിയാണ് യോസേഫ് പിതാവ് ചെയ്തത്, അല്ലേ? ഈ 2 വയസ്സുള്ള കുഞ്ഞുവാവേനെ കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ് കൽപ്പന. ആ ശരീരത്തിന്, ഈ കുഞ്ഞുവാവയ്ക്ക്, ഈശോയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുത്, ഈ ശരീരത്തിനൊരു കേട് വരരുത്, ആ കുഞ്ഞ് മിടുക്കനായിട്ടിരിക്കണം, ഈ ശരീരം നന്നായിട്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ള യോസേഫ് പിതാവ് ഈശോയുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. ഇനി നേരെ ഇപ്പുറത്തേക്ക് ലൈറ്റ് അടിച്ച് നോക്കിയാൽ ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാനം കുരിശേ കിടക്കാണ്, മരണപ്പെട്ടു. ആ ശരീരം താഴെ ഇറക്കാനും പിന്നീട് അത് കല്ലറയിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കാനും ഈ ശരീരത്തിന് ഒരു കേടുണ്ടാവാതിരിക്കാൻ വേണ്ടി അരിമത്യക്കാരൻ ജോസഫാണ് ഇറങ്ങി പ്രവർത്തിക്കുക. പീലാത്തോസിൻ്റെ അടുത്ത് എന്നിട്ട് ഈശോയുടെ ശരീരം വിട്ടുകെട്ടണം എന്നാണ് പറയുന്നത്. പോയി പറയുന്നത് ഈ ജോസഫാണ്. സോ തുടക്കത്തിൽ കുഞ്ഞുണ്ണീശോയെ, ഈശോയുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജോസഫ്, ഇപ്പുറത്തെ സൈഡിൽ ഈശോയുടെ വലിയ ശരീരത്തെ സംരക്ഷിക്കാൻ മറ്റൊരു ജോസഫ്. ഇനി വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഒരു കാര്യം, ഈ സൈലൻസിനെ കുറിച്ച് നമ്മൾ മുമ്പേ ചിന്തിച്ചല്ലോ. യോസേഫ് പിതാവ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സുവിശേഷങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. ഈ ജോസഫ്, അരിമത്യക്കാരൻ ജോസഫും ഒരു ഡയലോഗും ഒരു വർത്താനവും സുവിശേഷങ്ങളിലില്ല. നമ്മൾ പക്ഷെ മുമ്പേ ചിന്തിച്ചല്ലോ, എന്തെങ്കിലും യോസേഫ് പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശോ എന്ന വാക്കായിരിക്കും. ഈശോയ്ക്ക് പേരിടുമ്പോൾ യോസേഫ് പിതാവ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരിക്കണം. ഇനി ഇപ്പുറത്തെ സൈഡിൽ അരിമത്യക്കാരൻ ജോസഫ് സൈലൻ്റ് ആണെന്ന് പറയുമ്പോഴും അയാൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശോ എന്നൊരു വാക്കായിരിക്കണം. കാരണം പീലാത്തോസിൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ ഈ റോമാക്കാർക്കിടയിൽ കുരിശുമരണം ഒരു സാധാരണ സംഭവമാണ്. അന്ന് ഗാഗുൽത്തായിൽ പ്രത്യേകിച്ച് 3 കുരിശുമരണം നടന്നിട്ടുണ്ട്, ഈശോയുടെയും 2 കള്ളന്മാരുടെയും. ബോഡി വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജോസഫ് പോയി പറയുന്നത്, അരിമത്യക്കാരൻ ജോസഫ്. ആരുടെ ബോഡി? ഈ 3 പേരിൽ ആരുടേത്? തീർച്ചയായിട്ടും അയാൾ ഈശോ എന്ന വാക്ക് പറഞ്ഞിരിക്കണം. ഇന്ന് മരണപ്പെട്ട, ഇന്ന് കൊല്ലപ്പെട്ട, ഇന്ന് കുരിശിൽ കയറിയ ആ 3 പേരിൽ ഒരാളായ ഈശോയുടെ മൃതദേഹം വിട്ടുകെട്ടണം. ഈ 2 പേരും ഒന്നും സംസാരിച്ചിട്ടില്ലെന്ന് സുവിശേഷങ്ങൾ സാക്ഷ്യപ്പെടുത്തുമ്പോഴും എന്തെങ്കിലും അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ എന്ന വാക്കാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2-ാം ദിവസം നമ്മൾ ഒത്തിരി അധികം യോസേഫ് പിതാവിനെ കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ വലിയ അപ്പൻ്റെ മധ്യസ്ഥം നമ്മൾ തേടേണ്ടതുണ്ട്.
പഴയ നിയമത്തിലെ ജോസഫിനെ പോലെ നീതിമാന്മാരായിട്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. പുതിയ നിയമത്തിൽ നമ്മുടെ യോസേപ്പ് പിതാവിനെ പോലെ വിശുദ്ധനായിട്ട് ജീവിക്കേണ്ടതുണ്ട്. അരിമത്യക്കാരൻ ജോസഫിനെ പോലെ ഈശോയ്ക്ക് വേണ്ടി നിൽക്കേണ്ടതായിട്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ ക്രിസ്തുമസ് കാലത്ത് ഈശോയെ വളർത്തി മിടുക്കനാക്കി വളർത്തി വലുതാക്കിയ യോസേപ്പ് പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ്. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കാവലായിരിക്കണേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പ്രത്യേകിച്ച് കുടുംബനാഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നമുക്ക് യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം നേടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് പെട്ടെന്ന് നമ്മുടെ ഉടനെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. യോസേപ്പ് പിതാവിനുള്ള ജപം നമ്മളൊന്ന് ഒരുമിച്ച് ചെല്ലാൻ പോവാണ്. നിങ്ങൾക്കിത് പ്രാർത്ഥന കാണാപ്പാട് അറിയാവുന്നവരുണ്ട്. നമ്മളൊന്ന് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകണം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെല്ലാം യോസേപ്പ് പിതാവ് വഴി ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം. സാധിക്കുന്നവർ നിങ്ങളൊരു സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഒന്ന് മുട്ടുകുത്തി നിൽക്കാൻ പറ്റുന്നവരൊക്കെ ഈ സമയം ഒന്ന് മുട്ടുകുത്തി നിൽക്കുക, കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് യോസേപ്പ് പിതാവുള്ള ജപം അച്ഛൻ ചൊല്ലിത്തരാം. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാപ്പാട് അറിയാമെങ്കിൽ യോസേപ്പ് പിതാവുള്ള ജപം ചൊല്ലുക. ക്രിസ്തുമസിൻ്റെ ഈ രണ്ടാമത്തെ ദിവസം ദൈവം നമ്മോട് കൂടെ, ഈ ഒരുക്കത്തിൻ്റെ രണ്ടാം ദിവസം യോസേപ്പ് പിതാവിനോട് പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭാഗ്യപ്പെട്ട മാർ യോസേപ്പേ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങയുടെ പക്കൽ ഓടി വന്ന് അങ്ങേ പരിശുദ്ധ മാരിയോട് സഹായം അപേക്ഷിച്ചതിന് ശേഷം അങ്ങയുടെ മധ്യസ്ഥതയും ഞങ്ങളിപ്പോൾ മനോശരണത്തോടെ യാചിക്കുന്നു. ദൈവജനനിയായ അമലോത്ഭവ കന്യകയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യ സ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോയെ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശിഹാ തൻ്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമേ എന്നും അങ്ങയുടെ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്നും സവിനയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ എത്രയും വിവേകമുള്ള സംരക്ഷകനെ, ഈശോ മിശിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ. എത്രയും സ്നേഹമുള്ള പിതാവേ, അബദ്ധത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും കറകളൊക്കെയിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഞങ്ങളുടെ എത്രയും വല്ലഭനായ പാലക, അന്ധകാരങ്ങളുടെ ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അവിടുന്ന് ഒരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിൻ്റെ കെണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങയുടെ മാതൃകയെ അനുസരിച്ച് അങ്ങയുടെ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിക്കാൻ തക്കവണ്ണം അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിന്ന് ചെയ്യാനുള്ളൊരു ടാസ്ക് സുവിശേഷം വായിക്കണം. ഒപ്പം തന്നെ ഈ യോസേപ്പ് പിതാവിനുള്ള ജപം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ ദിവസം ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു. ഈ ദിവസം സാധിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇന്ന് ഈ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് കുടുംബം, നിങ്ങൾ പല സ്ഥലങ്ങളിലായിരിക്കുന്നവർ സാരമില്ല, എങ്കിലും നിങ്ങളുടെ ഭവനത്തിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് യോസേപ്പ് പിതാവിനുള്ള ഒരു ജപം ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ തൊട്ടയൽപ്പക്കത്തുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമുക്ക് അറിയാവുന്ന കുടുംബങ്ങൾ, ചിലപ്പോൾ ഭിന്നതയിൽ കഴിയുന്നവരുണ്ടാകാം, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം, ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളുണ്ടാകാം, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ നമുക്കറിയാമായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിലായിരിക്കാം. എല്ലാവരെയും യോസേപ്പ് പിതാവ് വഴി കുഞ്ഞുണ്ണീശോയുടെ കയ്യിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ നമ്മുടെ കുടുംബവും തിരുക്കുടുംബമായിട്ട് മാറട്ടെ. ഈ ക്രിസ്തുമസ് കാലത്ത്, ഈ ഡിസംബർ 25 വലിയൊരു സന്തോഷത്തോടെ നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ച് ക്രിസ്തുമസ് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ പ്രാർത്ഥനാ സഹായം നമ്മുടെ കൂടെയുണ്ട്. ഈശോ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ കരുണയും അവിടുത്തെ സ്നേഹവും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിന്നെ കാണുവാനായി കണ്ടു സ്തുതിക്കാൻ ഞാനിതാ വരുന്നു, നിന്നിലലിയാൻ ഞാൻ വരുന്നു. യേശു
ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യം ഇതാ ഈ ഒരു ദിവസം ഒരിക്കൽ കൂടി നമ്മുടെ മുൻപിലേക്ക് തൻ്റെ വലിയ സാന്നിധ്യമായി ഇറങ്ങി വന്നിരിക്കുകയാണ്. കർത്താവേ, ഈ ദിവസത്തെ പൂർണ്ണമായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഈ ദിവസം ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ കേട്ട കാര്യങ്ങൾ, ഞങ്ങൾ കാണുന്ന വ്യക്തികൾ, ഞങ്ങൾ സംസാരിക്കുന്ന ആളുകളെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. തമ്പുരാനെ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മുൻപിലിരിക്കുന്ന ഈ സമയം ഞങ്ങൾക്ക് വലിയൊരു ശക്തി ലഭിക്കുകയാണ്. ഈ ദിവസത്തെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾ, ഞങ്ങളുടെ ജോലികൾ, ഞങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത് മുഴുവൻ അങ്ങയുടെ തിരുസാന്നിധ്യത്തിൽ നിന്നാണ്. തമ്പുരാനെ, ഞങ്ങൾ ഈ സമയങ്ങളിൽ കേട്ട വചനങ്ങളെല്ലാം വളരെ പ്രത്യേകമായിട്ട് അങ്ങയുടെ പ്രിയപ്പെട്ട പിതാവ് വിശുദ്ധ യോസേപ്പ് പിതാവിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ധ്യാനിച്ച വചനഭാഗങ്ങൾ കർത്താവ്, ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ തിരുസാന്നിധ്യത്തെ ഞങ്ങൾ തിരിച്ചറിയുകയാണ്, ഞങ്ങൾ ആരാധിക്കുകയാണ്. അങ്ങയുടെ വലിയ സാന്നിധ്യമാണ് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ശക്തിപ്പെടുത്തുന്നത്. നമുക്ക് ഈശോയെ ആരാധിക്കാം. നമ്മുടെ കുടുംബത്തോട്, കുടുംബാംഗങ്ങളോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ തിരുസാന്നിധ്യത്തിന്റെ മുമ്പിൽ നമുക്ക് ശാന്തമായിട്ടിരിക്കാം. മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരു പ്രചോദനം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. കർത്താവിന്റെ തിരുസാന്നിധ്യം മാത്രം നമുക്ക് തിരിച്ചറിയാം, അതിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. കർത്താവിൻ്റെ തിരുപ്പിറവിയുടെ ആ വലിയ ആഘോഷങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഈ 25 ദിവസങ്ങൾ നമ്മൾ ഒരുങ്ങുകയാണ്. ഈ 2-ാം ദിവസം കർത്താവെ, അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം. ഞങ്ങൾ കേട്ട വചനങ്ങളെല്ലാം ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുസാന്നിധ്യത്തിലിരുന്ന് ധ്യാനിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അനുഗ്രഹമാക്കി മാറ്റുന്നത് അങ്ങയുടെ സാന്നിധ്യമാണ്, അങ്ങയുടെ വാക്കാണ്. രക്ഷകനായ കർത്താവെ, അങ്ങയുടെ ഈ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ, അതിനുവേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും അങ്ങേക്ക് തരികയാണ്. ഒരു വിലയുമില്ലാത്തൊരു ജീവിതം, പാപത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയൊരു ജീവിതം, അനുഗ്രഹിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും വിധി കൽപ്പിച്ച ഒരു ജീവിതം, പുൽച്ചെടി പോലെ വരണ്ടുണങ്ങിപ്പോകുന്ന ഒരു ജീവിതം. എങ്കിലും ഈ ക്രിസ്തുമസ് കാലം കർത്താവെ പ്രതീക്ഷയുടെ കാലമാണ്. പുൽത്തൊഴുത്തിലും ഒരു കുഞ്ഞുണ്ണി പിറക്കും എന്നുള്ള പ്രതീക്ഷ, കാലിത്തൊഴുത്തിലും പ്രകാശം വരുമെന്നുള്ള പ്രതീക്ഷ. കർത്താവെ, എൻ്റെ ജീവിതം ഇതുപോലെ ഒരു പക്ഷേ കാലിത്തൊഴുത്ത് പോലെ ദുർഗന്ധം വരുന്നതായിരിക്കാം, ഇരുട്ട് നിറഞ്ഞതായിരിക്കാം. ബത്ലഹേമിലെ സാഹചര്യങ്ങൾ പോലെ ചില അടിമത്തങ്ങൾ, ചില ഇരുട്ടുകളിൽ എൻ്റെ ജീവിതം വീണു പോയേക്കാം. നല്ലതെന്തെങ്കിലും നസറത്തിൽ നിന്ന് വരുമോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ജീവിതത്തെ നോക്കി, എൻ്റെ കുടുംബത്തെ നോക്കി ഞാനോ എൻ്റെ പ്രിയപ്പെട്ടവരോ ചുറ്റുമുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. പുൽക്കൊടിയാകുന്നൊരു ജീവിതം, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ജീവിതം, സങ്കടങ്ങൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം. പക്ഷേ രക്ഷക, നീ ഇവിടെ ഉണ്ടല്ലോ. അങ്ങയുടെ സാന്നിധ്യം മതി, അങ്ങയുടെ ഈ ജനനം മതി, അങ്ങയുടെ ഈ ജീവൻ മതി എനിക്ക് അതിജീവിക്കാൻ. നന്ദി പറയാണ് കർത്താവെ. പുൽച്ചെടി പോലെ, പുൽക്കാട് പോലെ നഷ്ടപ്പെട്ടു പോകാവുന്ന, വരണ്ടുണങ്ങി കരിഞ്ഞുണങ്ങി പോകാവുന്ന ഈ ജീവിതത്തിലേക്ക് അങ്ങയുടെ ജീവശ്വാസം അയച്ചതിന്, വീണ്ടും ജീവൻ നൽകിയതിന്, മുന്നോട്ട് പോകാൻ ശക്തി നൽകുന്നതിന് കർത്താവെ, എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ്. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂട് ഞാനൊരുക്കാം. ആമേൻ. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ
പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പ്രാർത്ഥനയോടെ ഈരടികളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങേക്ക് ജനിക്കാനുള്ള ഒരു പുൽത്തൊഴുത്താക്കി ഞാൻ മാറ്റാം. ഒരു പുൽക്കൂടാക്കി ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിയെടുത്തോളാം. എൻ്റെ കുടുംബത്തെ ഞാൻ മാറ്റിയെടുത്തോളാം. പ്രാർത്ഥിക്കാം നമുക്ക്. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കോടു ഞാനൊരുക്കാം. പ്രാർത്ഥിച്ചേ. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കോടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ഈശോയില് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ ഈ വചനങ്ങൾ കേൾക്കുന്നത്, നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. ജീവനുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് വചന ശുശ്രൂഷയിൽ നമ്മൾ ധ്യാനിക്കേണ്ടായി. ഈശോ ഒത്തിരിയധികം സ്നേഹിച്ച, ഒത്തിരിയധികം ബഹുമാനിച്ച വിശുദ്ധ യോസേപ്പ് പിതാവ് നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയായി, നിശബ്ദതയുടെ ദിവ്യകുമാരനായി നിന്ന യോസേപ്പ് പിതാവ് നമ്മൾ ധ്യാനിക്കേണ്ടായി. ഒന്നും സംസാരിച്ചതായിട്ട് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നില്ല. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്കാണ് ഈശോ. നീ അവൻ ഈശോ എന്ന് പേരിടണം എന്ന ദൂതന്റെ കൽപ്പന പ്രകാരം ആ പിതാവ് ഒരു വാക്ക് തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഈശോ, ലോകത്തിന്റെ സുവിശേഷം, രക്ഷകൻ. യോസേപ്പ് പിതാവിന്റെ ആ നിശബ്ദതയെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു വലിയ കൃപയെക്കുറിച്ചാണ് ഈശോ നമുക്ക് പറഞ്ഞു തരിക. വിശുദ്ധ യോസേപ്പിലൂടെ പല കാര്യങ്ങളും, പല ബഹളങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ലോകത്ത്, സകലത്തിനെ ഓർത്ത് പരിതപിക്കുന്ന, ബഹളം കൂട്ടുന്ന, സങ്കടപ്പെടുന്ന, കരയുന്ന നമ്മളോട് എല്ലാം പരിശുദ്ധമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ യോസേപ്പ് പിതാവിനെ പോലെ നിശബ്ദത പാലിക്കാനും കൂടെ കർത്താവ് നമുക്ക് ആവശ്യപ്പെടുക. തമ്പുരാന്റെ തിരുസാന്നിധ്യത്തെ നമുക്കൊരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഈശോയെ വളർത്തി വലുതാക്കിയ യോസേപ്പ് പിതാവ് കാണിച്ചു തന്ന പാഠങ്ങളും ഈശോ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിശബ്ദതയുടെ സൗന്ദര്യം, കൃപയുടെ സൗന്ദര്യം, എല്ലാം ശാന്തമായി കാണാനുള്ളൊരു സൗന്ദര്യം. നമ്മളത് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഈ നിശബ്ദതയുടെ അരൂപി, മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല, പലതും സംഭവിക്കുമ്പോൾ നിശബ്ദമായിരുന്നാൽ തന്നെ വലിയ ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ ഭവനത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന, ഒരു കടബാധിത, രോഗങ്ങൾ, മാതാപിതാക്കളുടെ ഇടയിലെ പ്രശ്നങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, നമ്മളെന്തോരം പരിതപിച്ചിട്ടുണ്ട്, നമ്മളെന്തോരം പരാതിപ്പെട്ടിട്ടുണ്ട്, നമ്മളെന്തോരം ബഹളം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു കുടുംബത്തെ മുന്നോട്ട് നയിച്ച യോസേപ്പ് പിതാവ് ഈ ക്രിസ്തുമസ് കാലത്ത് ഈശോയുടെ അടുത്തിരുന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. നമുക്ക് സൈലന്റ് ആവാം, നമുക്ക് നിശബ്ദരായിട്ടിരിക്കാം. നമ്മൾ നിശബ്ദരാകുമ്പോൾ, നമ്മൾ ശാന്തരാകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പുറപ്പാട് പുസ്തകം 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും ഈശോയിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാമോ? ഈ ദിവസം നമ്മൾ പ്രത്യേകം വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ ഈ ക്രിസ്തുമസിൻ്റെ ഒരുക്കത്തിന് 2-ാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണല്ലോ. യോസേപ്പ് പിതാവ് നല്ലൊരു കുടുംബനാഥനായിരുന്നു നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ കുഞ്ഞിനെയും അമ്മയും എടുത്ത് രാജ്യരാമാനം ഈജിപ്തിലേക്ക് പോവുകയാണ്, കുഞ്ഞിനെ സംരക്ഷിക്കാൻ, കുടുംബത്തെ സംരക്ഷിക്കാൻ. നമ്മുടെ കുടുംബനാഥനോ കുടുംബനാഥയ്ക്കോ അപ്പനോ അമ്മയോ മക്കൾക്കോ ഒന്നും കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ, നമ്മുടെ ഭവനത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അറിയില്ല. പക്ഷേ ഈശോയുടെ ആ തിരുക്കുടുംബത്തെ മുന്നോട്ട് നയിച്ച വിശുദ്ധ യോസേപ്പ് പിതാവ് നമുക്ക് വലിയൊരു മധ്യസ്ഥമായിട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഈ ക്രിസ്തുമസ് കാലത്ത് നമ്മൾ തീർച്ചയായിട്ടും പരിചയപ്പെടേണ്ടതും സ്നേഹം കൂടേണ്ടതുമായ ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. വിശുദ്ധ യോസേപ്പ് പിതാവിലൂടെ ഈശോയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ കൊടുക്കാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളെ ഈശോയ്ക്ക് കൊടുത്തേ. ദാരിദ്ര്യം ഉണ്ടാകാം, സങ്കടങ്ങൾ ഉണ്ടാകാം, കടബാധിതകൾ ഉണ്ടാകാം, രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്നുണ്ടാകാം. നമ്മൾ ഇന്ന് ഈ വചന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു പക്ഷേ കണ്ണുനീരിലൂടെ, വലിയ ഇരുട്ടിലൂടെ നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നുണ്ടാകും. ഈശോ ഇതെല്ലാം കാണുന്നുണ്ട്. അവനറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല.
ആ ഈശോ നമുക്കൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ ഈശോയുടെ കുടുംബത്തെ, തിരുക്കുടുംബത്തെ മുന്നോട്ട് നയിച്ച യോസേപ്പ് പിതാവിൻ്റെ വലിയ മധ്യസ്ഥം. ആ യോസേപ്പ് പിതാവിനോട് ചേർന്ന് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിരുസലിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളെ, ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളെ, ജീവിത പങ്കാളിയായിട്ടുള്ള പ്രശ്നങ്ങൾ, മക്കളുമായിട്ടുള്ള സങ്കടങ്ങൾ, മാതാപിതാക്കളെ ഓർത്തുള്ള വിഷമങ്ങൾ, വീട്ടിലെ രോഗം, കടബാധിത രോഗങ്ങൾ, വേദനകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. യോസേപ്പ് പിതാവിലൂടെ സ്വർഗമുയരട്ടെ. ഹൃദയം തുറന്ന് നിങ്ങളുടെ വേദനകളെല്ലാം ആ സ്തുതിയോട് ചേർത്തുനിന്ന് സമർപ്പിച്ച് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എല്ലാ കുടുംബങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ശുശ്രൂഷയുടെ സ്വരം കർത്താവെ ഉയർന്നു കേൾക്കുന്ന ഈ മുറികളെ, ഈ ഭവനത്തെ അങ്ങ് ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ പിതാവായ യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സമാധാനവും ശാന്തിയും നിറയട്ടെ. എല്ലാ ബഹളങ്ങളും വഴക്കുകളും ഒഴിഞ്ഞു മാറി കർത്താവെ അങ്ങയുടെ വലിയ ശാന്തി, അങ്ങയുടെ വലിയ നിശബ്ദത, അങ്ങയുടെ വലിയ സമാധാനം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവെ എല്ലാ വഴക്കുകളെ, എല്ലാ അകൽച്ചകളെ, എല്ലാ സംശയങ്ങളെ, എല്ലാ അകൽച്ചകളെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ബന്ധങ്ങളോടായ വിള്ളലുകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ സ്നേഹത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണമേ. അകന്നുപോയ ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ കർത്താവെ അങ്ങ് സ്നേഹത്തിൽ ഒരിക്കൽ കൂടി ചേർത്ത് പിടിക്കണമേ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള എല്ലാ അസ്വസ്ഥതകളും കർത്താവെ ഈ സമയം അതിനെല്ലാം ഒരു സൊല്യൂഷൻ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ ഈ സമയം തന്നെ വലിയൊരു സമാധാനം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്. ഈശോ, ഞങ്ങളിപ്പോൾ ഭവനത്തിൽ നിന്ന് അകലെയാണെങ്കിൽ ഈ സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ വ്യക്തികളിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക് എല്ലാം അങ്ങയുടെ വലിയ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭവനത്തിന്റെ 4 അതിരുകളെ കർത്താവെ, എല്ലാ മുറികളെ അങ്ങ് ആശീർവദിക്കണമേ. കർത്താവെ വാടക വീടാണെങ്കിൽ ആ ഭവനത്തെ ഈ സമയം ആശീർവദിക്കണമേ. സ്വന്തമായിട്ട് ഭവനമില്ലാത്ത ഞങ്ങളുടെ അവസ്ഥയെ കർത്താവെ അങ്ങ് കാണണമേ. ഈ ക്രിസ്തുമസ് കാലത്ത് കർത്താവെ ഒരു പുൽക്കൂട് ഒരുക്കുമ്പോൾ ഭവനമില്ലാതെ ക്ലേശിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കണം. കർത്താവെ കാലിത്തൊഴുത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതുപോലെ, ഇല്ലായ്മകളിൽ അങ്ങയുടെ പ്രകാശം നിറഞ്ഞതുപോലെ കർത്താവെ ഭവനമില്ലാതെ സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് വലിയൊരു കൃപയായി അങ്ങ് ഇറങ്ങണമേ. അങ്ങ് രക്ഷകനും നാഥനുമായി വാസമർപ്പിക്കുന്ന ഒരു നല്ല ഭവനം, ഒരു നല്ല വീട് പണി കഴിപ്പിക്കാൻ, അത് പൂർത്തിയാക്കാൻ കർത്താവെ ഈ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഈ സമയം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന എല്ലാ ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ എല്ലാ അകൽച്ചകള്, എല്ലാ സംശയങ്ങള്, എല്ലാ സങ്കടങ്ങള്, എല്ലാ രോഗങ്ങളും കർത്താവെ അകൽച്ചയ്ക്കിടയായ എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തി വീണ്ടും അങ്ങിലേക്ക് ഒന്നായി തീരാൻ, കലഹങ്ങളെല്ലാം മാറാൻ, സംശയങ്ങളെല്ലാം മാറാൻ, അകൽച്ചകളെല്ലാം മാറി അവർ വീണ്ടും ഒന്നാകാൻ വേണ്ടി അങ്ങയുടെ സ്നേഹത്തിന്റെ സാന്നിധ്യമായി ഈ സമയം അവരുടെ ഇടയിലേക്ക്, ആ ദമ്പതികളിലേക്ക് ഈ സമയം ഇറങ്ങണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ കലഹങ്ങൾ യേശുവേ ഉണ്ടാക്കരുതേ. ഹൃദയം തുറന്ന് വലിയൊരു ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ. അവയുണ്ടായാൽ കൂടുതൽ വഷളാകരുതേ. കർത്താവേ കലഹങ്ങൾ ഉണ്ടാകരുതേ. അവയുണ്ടായാൽ കൂടുതൽ വഷളാകരുതേ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പകർന്ന് സമാധാനം ഞങ്ങളിൽ നിറയ്ക്കേണം. മാതാപിതാക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന എല്ലാ മക്കളും ഈ സമയം നിങ്ങളുടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാവോ? നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ വലിയൊരു സമാധാനം നിറയാൻ വേണ്ടി മക്കൾ ഈ സമയം പ്രാർത്ഥിച്ചേ. ഈശോയെ ശാന്തതയുടെയും യേശുവേ സ്വസ്ഥതയുടെയും അമേൻ ഇരിപ്പിടമാകണം എൻ്റെ വീട്. ഈശോയെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാവോ?
തമ്പുരാന്റെ വലിയ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. കാലിത്തൊഴുത്തിലെ ആ കുഞ്ഞു വീടിനെ, ആ വാസസ്ഥലത്തെ തിരുക്കുടുംബമാക്കി മാറ്റിയത് ഈശോയുടെ സാന്നിധ്യമാണ്. കുഞ്ഞുണ്ണി ഈശോ പുൽത്തൊഴുത്തിൽ പിറന്നത്, ആ കാലിത്തൊഴുത്തിൽ പിറന്നത്, മറിയത്തിൻ്റെ കയ്യിൽ അമർന്നത്, യോസേപ്പ് പിതാവിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ കിടന്നത് വെറും ഒരു കുഞ്ഞായിട്ടല്ല, ഒരു കുടുംബത്തെ, ഒരു ബന്ധത്തെ തിരുക്കുടുംബമാക്കി മാറ്റിക്കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സമയത്ത്, നമ്മൾ ഈ വചനം കേട്ട ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഈശോയുടെ കുറവാണ്, ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ കുറവാണ്. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ വചനം വായിക്കുന്നുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മൾ നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ഈശോയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ആ സ്ഥാനം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഒരിക്കലും ഒരു പക്ഷേ ക്രിസ്തുമസ് കാലത്തോ ഈസ്റ്റർ കാലത്തോ ഒരുപക്ഷെ ഞായറാഴ്ച കുർബാനയുടെ സമയത്തോ മാത്രം ഓർക്കുന്ന ഒരാളായിട്ട് മാറിയോ ഈശോ? എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന നടക്കുന്ന ഒരു കുടുംബത്തിൽ പോലും വൈകുന്നേരം ആ പ്രാർത്ഥനയ്ക്ക് ഒരുമിക്കുന്ന സമയത്ത് മാത്രമാണോ നമ്മൾ ഈ ഈശോയെ ഓർക്കുന്നത്? നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭവനത്തിൻ്റെ നാഥൻ അപ്പനല്ല, അമ്മയല്ല, മക്കളല്ല, ഈശോയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ നാഥൻ. വീട്ടിൽ പ്രകാശം തരുന്നത് ഈശോയാണ്. യോസേപ്പ് പിതാവ് നിശബ്ദനായിരുന്നത് തീർച്ചയായിട്ടും യഥാർത്ഥ ശബ്ദം, യഥാർത്ഥ വചനം തൻ്റെ കൺമുമ്പിൽ കണ്ടതുകൊണ്ടാണ്. ജീവനുള്ള വചനം ഇനി സംസാരിക്കേണ്ടത് ഈശോയാണ് എന്നുള്ള ഒരൊറ്റ ചിന്തയിലായിരിക്കണം ഒരുപക്ഷെ യോസേപ്പ് പിതാവ് നിശബ്ദനായിരുന്നത്. ഇനി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കിതായിരുന്നു ഈശോ. നമ്മുടെ വീട്ടിൽ നിന്ന് മുഴങ്ങി കേൾക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരൊറ്റ വാക്കല്ലേ. നമ്മളെന്തോരം ശബ്ദങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നു, ബഹളങ്ങൾ, ചീത്തവിളികൾ, വഴക്കുകൾ. ഈശോയെ, കുടുംബത്തിൻ്റെ ആ വിശുദ്ധി, ആ സമാധാനത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ഞങ്ങൾ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഈ ശബ്ദം മാത്രം കേൾക്കണം, ഈശോ 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 എന്ന ശബ്ദം. എവിടെയെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ, എവിടെയെങ്കിലും സങ്കടങ്ങൾ നിഴലിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, ഈശോയെ നിന്റെ സ്വരം ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ വാസസ്ഥലത്ത്, ഞങ്ങളുടെ മുറികളിൽ മുഴങ്ങി കേൾക്കട്ടെ. സ്വർഗത്തിലും ഭൂമിയിൽ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. അവൻ തന്നെ ശൂന്യനാക്കി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും തിരുക്കുടുംബമാക്കാനും വിശുദ്ധരാക്കാനും വേണ്ടിയിട്ടാണ്. കർത്താവേ, ഈ ക്രിസ്തുമസ് കാലത്ത് ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവസം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ സമാധാനം, ശാന്തി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭവനത്തിലെ എല്ലാ വ്യക്തികളും ഒരു സമയം ഒന്നുകൂടി ഒന്ന് ഓർക്കാവോ? നമ്മുടെ പപ്പായ, മമ്മി, നമ്മുടെ അപ്പച്ചൻ, അമ്മച്ചി, നമ്മുടെ മക്കള്, മാതാപിതാക്കള്, ജീവിത പങ്കാളി, നമ്മുടെ സഹോദരങ്ങളെ, ബന്ധുക്കളെ, നമ്മുടെ ഭവനത്തിലുള്ള എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് സമർപ്പിച്ച്, നമ്മുടെ അയൽപ്പക്കങ്ങളെ, നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന കുടുംബങ്ങളെ, പ്രത്യേകിച്ച് നമ്മൾ ഇന്നിങ്ങനെ ആരാധന നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടാകും അകൽച്ചയിൽ കഴിയുന്ന കുടുംബങ്ങൾ. നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ പ്രശ്നം ഉണ്ടാവില്ല, നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാവില്ല, ഈശോയുടെ സ്നേഹം അറിഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടാകും. എന്നാൽ ഒത്തിരി അധികം കുടുംബങ്ങൾ, നമുക്ക് അറിയാവുന്ന അറിഞ്ഞുകൂടാത്തതുമായ ഒത്തിരി കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ നിഴലിച്ച് നിൽപ്പുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മരണം വരെ ഒന്നായി ജീവിച്ചോളാമെന്ന് വാഗ്ദാനം ഒരുപക്ഷെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ തച്ചുടയ്ക്കപ്പെട്ട കുടുംബങ്ങളുണ്ട്, ഭാര്യാഭർത്തൃ ബന്ധങ്ങളുണ്ട്. എത്ര ശ്രമിച്ചിട്ടും വീണ്ടും ഒന്ന് അടുക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. അസ്വസ്ഥതകളാണ്, കാരണങ്ങൾ നമ്മൾ ഒത്തിരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, നമുക്ക് എക്സ്ക്യൂസുകൾ ഒത്തിരി ഉണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ആരെങ്കിലും ഈ ആരാധനയിൽ ഈ സമയത്ത് പങ്കെടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ബന്ധത്തിൽ അങ്ങനെ ഒരു അകൽച്ചയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു മക്കളെ ഒന്ന് ഓർത്തേക്കണേ. ഈശോ നിങ്ങൾക്ക് ദാനമായി തന്ന ആ മക്കളെ ഓർത്ത് ഈശോയെ പ്രതി എല്ലാം ക്ഷമിച്ച് എല്ലാം പുറത്ത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഒരുമിച്ച് വരണേ. ഈ ആരാധനയിൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കുടുംബങ്ങളിലേക്ക് അസ്വസ്ഥതകളെല്ലാം മാറി കർത്താവിൻ്റെ അനുഗ്രഹം നിറയണം. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങളൊന്ന് ഒരുമിച്ചൊന്ന് മുട്ടേ കുത്തി നിൽക്കാവോ? മുട്ടിന്മേലായിരിക്കുക. സാധിക്കുന്നവർ കരങ്ങളൊന്ന് കോർത്ത് പിടിക്കുക. ഭാര്യ, ഭർത്താക്കന്മാര്, മാതാപിതാക്കള്, മക്കള്, നിങ്ങൾ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അവരെല്ലാം ഈ ആരാധന പങ്കെടുക്കുന്ന ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ ആശീർവാദം നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്കത് ഒരുമിച്ച് സ്വീകരിക്കാം, കുടുംബമായിട്ട് സ്വീകരിക്കാം. കരങ്ങളൊന്ന് കോർത്ത് ഉയർത്തിപ്പിടിക്കുക. ഈശോയെ നമ്മളിപ്പോൾ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുകയാണ്. കുടുംബത്തിലേക്ക് വലിയൊരു അനുഗ്രഹം നിറയണം. എല്ലാ കെട്ടുകളും മാറണം, എല്ലാ അന്ധകാരങ്ങളും മാറണം, എല്ലാ ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകൾ, ബന്ധനങ്ങളായി മാറിയിട്ടുള്ള ചില അവസ്ഥകൾ, അതെല്ലാം ഇന്നൊരു വിടുതൽ കിട്ടണം. കർത്താവെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ അഭിഷേകം ഞങ്ങളിലേക്ക് ചൊരിയണേ എന്ന് പ്രാർത്ഥിച്ച്
കരങ്ങൾ കോർത്ത് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന. ഈശോ പിറന്നിടുമോ എൻ കുടുംബത്തിൽ, ഈശോ പിറന്നിടുമോ, ഈശോ പിറന്നിടുമോ എൻ കുടുംബത്തിൽ, ഈശോ പിറന്നിടുമോ. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ഈശോ പിറന്നിടുമോ എൻ കുടുംബത്തിൽ, ഈശോ പിറന്നിടുമോ, ഈശോ പിറന്നിടുമോ എൻ കുടുംബത്തിൽ, ഈശോ പിറന്നിടുമോ. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ